Dear students, now we can study comparison test for convergence of infinite series. ഇവിടെ രണ്ട് കാര്യം എന്നാ പറയുന്നത്. ഒന്ന് പറയുന്നത് ഡയറക്റ്റ് കമ്പാരിസൺ ടെസ്റ്റ്. രണ്ട് കമ്പാരിസൺ ടെസ്റ്റ് ഉണ്ട്. ഡയറക്റ്റ് കമ്പാരിസൺ ടെസ്റ്റ് ആദ്യം നമുക്ക് നോക്കാം. ഇവിടെ പറയുന്നത് രണ്ട് സീരീസ് എടുക്കാണ്. Sigma I equal to 1 to infinity AI and sigma I equal to 1 to infinity BI be series such that modulus of AI is less than BI. അങ്ങനെയാണെന്ന് വിചാരിക്കുക. If sigma I equal to 1 to infinity BI is convergent, then so is sigma I equal to 1 to infinity A. നമ്മൾ അതായത് ഇവിടെ ഒരു സീരീസ് വേറൊരു സീരീസുമായിട്ട് നമുക്ക് അറിയാവുന്ന ഒരു സീരീസുമായിട്ട് കമ്പയർ ചെയ്തിട്ട് അതിൻ്റെ കൺവെർജൻസ് വെച്ചിട്ട് ഒറിജിനൽ നമുക്ക് തന്ന സീരീസിൻ്റെ കൺവെർജൻസ് നമ്മൾ ചെക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മൾ സിഗ്മ n ഈക്വൽ ടു 1 to infinity AI കൺവെർജൻ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ വേറൊരു സീരീസ് എടുക്കുകയാണ്. സിഗ്മ I equal to 1 to infinity BI such that ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. മോഡുലസ് ഓഫ് AI ലെസ് ദാൻ BI ആകത്തക്ക രീതിയിൽ എടുക്കുക ആ സീരീസ്. അങ്ങനെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആകത്തക്ക രീതിയിൽ എടുക്കുകയാണെങ്കിൽ ഈ വലിയ സീരീസ് കൺവെർജൻ്റ് ആണെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള ഈ ചെറിയ സീരീസും കൺവെർജൻ്റ് ആവും എന്നാണ് പറയുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഷോ ദാറ്റ് ദ സീരീസ് സിഗ്മ I equal to 1 to infinity minus 1 raised to I by I into 3 raised to I plus 1 ഇതെടുക്കാം. അപ്പം ഇവിടെ എടുക്കുമ്പോൾ AI എന്താണ്? AI ഈക്വൽ ടു മൈനസ് 1 raised to I by I into 3 raised to I plus 1. അപ്പോൾ ഞാൻ BI എന്ന് പറയുന്നത് ഞാൻ 1 by 3 raised to I എന്ന് എടുക്കാം. 1 by 3 raised to I എടുത്തു കഴിഞ്ഞാൽ എടുത്തു നോക്കാം നമുക്ക് കേട്ടോ. മോഡുലസ് ഓഫ് AI എന്താ വരിക? മോഡുലസ് ഓഫ് AI എന്താ വരിക? ഈക്വൽ ടു 1 by 3 raised to I into 3 raised to I plus 1 വരും. 1 by I into 3 raised to I plus 1. This is always less than അല്ലേ? നോക്കൂ, ഇത് ഓൾവേസ് ലെസ് ദാൻ 1 by 3 raised to I അല്ലേ? 1 by I into 3 raised to I plus 1 is always less than 3 raised to. അതായത് നോക്കൂ, 3 raised to I ഉണ്ട്, I into 3 raised to I plus 1 ഉണ്ട്. അതായത് 3 Iക്ക് 2 എടുത്ത് നോക്കുക. 2 സ്ക്വയർ 2 into 3 raised to എന്താണ് 3 നോക്കൂ, 18. ഇവിടെ 9 ഉള്ളൂ, ഇവിടെ 18 ഉണ്ട്. അപ്പോൾ ഏതെടുത്താലും ശരി I into 3 raised to I plus 1 എപ്പോഴും വലുതായിരിക്കും. അപ്പം എന്ത് വരും? 1 by എടുക്കുമ്പോൾ എന്താണ്? 1 by I into 3 raised to I plus 1 is less than 1 by 3 raised to I എന്ന് പറയുന്നത് BI ആയിരിക്കും. അപ്പം മോഡുലസ് ഓഫ് AI ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു BI ആയിരിക്കും. ഓക്കെ, അങ്ങനെ ആവുമ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മൾ ഇതിൻ്റെ കൺവെർജൻസ് നമുക്ക് തന്ന ഈ ഗിവൺ സീരീസിൻ്റെ കൺവെർജൻസ്, അതായത് AI എന്ന് പറഞ്ഞ സീരീസിൻ്റെ കൺവെർജൻസ് അറിയാൻ വേണ്ടി BI കൺവെർജൻ്റ് ആണോ എന്ന് നോക്കിയാൽ മതി. ഇനി സിഗ്മ I equal to 1 to infinity BI equal to sigma I equal to 1 to infinity 1 by 3 raised to I. ഇത് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ദിസ് ഈസ് എ ജോമെട്രിക് സീരീസ് വിത്ത് കോമൺ റേഷ്യോ എന്താണ്? നോക്കൂ, എങ്ങനെയാണ് വരിക? 1 by 3 പ്ലസ് 1 by 3 സ്ക്വയർ പ്ലസ് 1 by 3 ക്യൂബ് പ്ലസ് എക്സെട്ര ആണ് അല്ലേ? കോമൺ റേഷ്യോ R ഈക്വൽ ടു 1 by 3 വിച്ച് ഈസ് ലെസ് ദാൻ 1. ഇങ്ങനെയാണെങ്കിൽ R ലെസ് ദാൻ 1 ആണെങ്കിൽ therefore എന്ത് പറയാം നമുക്ക്? സിഗ്മ I equal to 1 to infinity BI കൺവെർജ് ചെയ്യും എന്ന് പറയാം. കൺവെർജസ്. therefore എന്ത് പറയാം? ബൈ കമ്പാരിസൺ ടെസ്റ്റ് നമുക്ക് എന്ത് പറയാം? therefore ബൈ കമ്പാരിസൺ ടെസ്റ്റ് sigma I equal to 1 to infinity AI also
കൺവെർജസ് എന്ന് പറയാൻ പറ്റും. നമുക്ക് മനസ്സിലായോ? ദിസ് ഓൾസോ കൺവെർജസ്. ഇനി ഒരു കമ്പാരിസൺ ടെസ്റ്റും കൂടെ ഉണ്ട്. അതാണ് റേഷ്യോ കമ്പാരിസൺ ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ പഠിച്ച ഡയറക്റ്റ് കമ്പാരിസൺ ടെസ്റ്റ്, അടുത്ത് പഠിക്കാൻ പോകുന്ന റേഷ്യോ കമ്പാരിസൺ ടെസ്റ്റ്. ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ let sigma I equal to 1 to infinity ai and sigma I equal to 1 to infinity bi be series with bi greater than 0 for all I if ഒന്ന് modulus of ai is less than or equal to bi for all I and if limit I tends to infinity modulus of ai by bi less than infinity. Limit I tends to infinity, modulus of ai by bi is less than infinity. And രണ്ടാമത് പറയുന്നത് sigma I equal to 1 to infinity bi is convergent. Sigma I equal to 1 to infinity bi is convergent. Then sigma I equal to 1 to infinity ai is also convergent. ഈ രണ്ട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്ത് നമുക്ക് നോക്കാം ഇങ്ങനത്തെ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന്. ഇനി അപ്പുറത്തും നമുക്ക് പറയുന്നുണ്ട് if ഒന്ന് ai is greater than bi for all I and if limit I tends to infinity ai by bi is greater than 0 and sigma I equal to 1 to infinity bi is divergent, then sigma I equal to 1 to infinity ai is also divergent. ഈ രണ്ട് അതാണ് നമുക്ക് നോക്കാം കേട്ടോ. നമുക്ക് പ്രോബ്ലത്തിൽ കൂടെ നോക്കാം, നമുക്ക് മനസ്സിലാക്കും. പിന്നെ നമ്മളെപ്പോഴും നമ്മൾ ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് സീരീസുകൾ എപ്പോഴും ഓർമ്മിച്ച് വെക്കേണ്ടതാണ്. ഒന്നാമത് ജോമെട്രിക് സീരീസ് സിഗ്മ കെ ഈക്വൽ ടു 1 to infinity a into r raised to അല്ലെങ്കിൽ n varies from 1 to infinity a into r raised to n minus 1. അത് ഓർമ്മിക്കുക. വിച്ച് കൺവെർജസ് ഇഫ് modulus of r less than 1 and diverges if mod r greater than or equal to 1. പിന്നെ നമ്മൾ ഓർമ്മിക്കേണ്ടത് നേരത്തെ പഠിച്ചത് ദ പി സീരീസ് സിഗ്മ k ഈക്വൽ ടു 1 to infinity 1 by k raised to p converges if p greater than 1 and diverges if p less than or equal to 1. ഇത് നമ്മൾ നന്നായിട്ട് ഓർമ്മിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഒരെണ്ണം ചെയ്ത് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ടെസ്റ്റ് ഫോർ കൺവെർജൻസ് ഓഫ് ദ സീരീസ് സിഗ്മ ഐ ഈക്വൽ ടു 1 to infinity 1 by 2 raised to I minus I. ഇതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ തന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ എ ഐ ഈക്വൽ ടു അല്ലെങ്കിൽ എ എൻ ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞെടുക്കുക. എ ഐ ഈക്വൽ ടു 1 by 2 raised to I minus I. ഓക്കെ, അപ്പോൾ നമ്മൾ കമ്പാരിസൺ ടെസ്റ്റ് ഉപയോഗിക്കണമെന്നുണ്ട് വെച്ചാൽ ഇതിനോട് ബന്ധപ്പെട്ട ഒരു സീരീസ് എടുക്കണം നമുക്ക്. അത് നമ്മൾ ബി ഐ ഈക്വൽ ടു, നമുക്കത് കുറച്ച് കാലം കഴിയുമ്പോൾ നമുക്കത് കുറേ പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഇത് കിട്ടും എങ്ങനെ എടുക്കണം എന്നുള്ളത് കേട്ടോ. ബി ഐ ഈക്വൽ 1 by 2 raised to I എന്ന് എടുക്കുക. അങ്ങനെയാണെങ്കിൽ എന്നിട്ട് നമുക്ക് എന്താ നോക്കേണ്ടത്, നമുക്ക് റേഷ്യോ കമ്പാരിസൺ ടെസ്റ്റ് വെച്ചിട്ട് ലിമിറ്റ് I tends to infinity ai by bi നോക്കിക്കഴിഞ്ഞാൽ ലിമിറ്റ് I tends to infinity ai by bi എന്താ വരിക, ഈക്വൽ ടു ലിമിറ്റ് I tends to infinity ai is 1 by 2 raised to I minus I ഇൻറ്റു ഡിവൈഡഡ് ബൈ ബി ഐ എന്ന് പറയുമ്പോൾ ഇൻറ്റു 2 raised to I എന്ന് വരും അല്ലേ. ഇൻറ്റു 2 raised to I എന്ന് വരും. അപ്പോൾ എന്താ വരിക, ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് I tends to infinity 2 raised to I by
2 raised to I into 1 minus I by 2 raised to I എന്ന് വരും. ഈ 2 raised to I ക്യാൻസൽ ആയി പോകുമ്പോൾ I tends to infinity എന്ന് വരുമ്പോൾ ഇതെന്താ വരിക? ലിമിറ്റ് I tends to infinity I by അല്ലേ I by 2 raised to I എന്ന് വരും. മൈനസ് ഉണ്ടല്ലേ ഇവിടെ. I I tends to infinity 1 by അങ്ങനെ തന്നെ എഴുതാം 1 by എന്താ വരിക 1 by 1 minus 1 by 2 raised to I എന്ന് വരും. ഓക്കെ, അപ്പോൾ എന്താ വരിക I tends to infinity. അപ്പോൾ ഇതിനെ നമുക്ക് ഇതെന്താണ് വരിക നോക്കുക. അതായത് ലിമിറ്റ് I tends to infinity 1 by ലിമിറ്റ് I tends to infinity 1 by 1 minus 2 raised to I. അപ്പോൾ അത് നമുക്ക് ചെയ്ത് നോക്കാം. ലിമിറ്റ് I tends to infinity 1 by 1 minus 1 by 2 raised to I ചെയ്യണം. അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ ലിമിറ്റ് I tends to infinity I by 2 raised to I ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എന്താ വരിക? ലിമിറ്റ് I tends to infinity നമ്മൾ എൽ ഹോസ്പിറ്റൽസ് റൂൾ എടുക്കുക. ഇത് I ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോമാണ്. അതുകൊണ്ട് നമ്മൾ ഇതിനെ എന്ത് ചെയ്യണം? ന്യൂമറേറ്ററിനും ഡിനോമിനേറ്ററിനും ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും. 2 raised to I ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 2 raised to I log 2 എന്ന് വരും അല്ലേ. 1 by വരുമ്പോൾ എന്താ വരിക? 1 by I tends to infinity 2 raised to infinity എന്ന് വരും അല്ലേ. അപ്പോൾ 1 by infinity എന്ന് വരും. അപ്പോൾ അത് 0 എന്ന് വരും. ഓക്കെ, അപ്പോൾ limit I tends to infinity ai by bi equal to limit I tends to infinity 1 by 1 minus I by 2 raised to I ആണല്ലോ. This is equal to 1 by എന്ത് വരും? 1 minus 0 എന്ന് വരും. That is equal to 1 which is less than infinity എന്ന് വരും. ഓക്കെ, അപ്പോൾ സിഗ്മ I equal to 1 to infinity bi equal to sigma I equal to 1 to infinity 1 by 2 raised to I അല്ലേ. എന്ത് സീരീസ് ആണ്? ഈസ് എ geometric series with common ratio equal to 1 by 2 which is less than 1. Therefore sigma bi converges. Therefore sigma ai also converges. എന്ന് വരും. ഓക്കെ, ഇതാണ് കമ്പാരിസൺ ടെസ്റ്റ് വെച്ചിട്ട് ഇങ്ങനെയാണ് നമുക്ക് ചെയ്യാം. വേറെ വി ക്യാൻ ഡു അനദർ പ്രോബ്ലം. സെക്കൻഡ് പ്രോബ്ലം, അതായത് ലിമിറ്റ് സിഗ്മ n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി റൂട്ട് ഓഫ് 1 plus 4 raised to n by 1 plus 5 raised to n. ഇത് ചെയ്ത് നോക്കാം. റൂട്ടിൻ്റെ ഉള്ളിലാണ് രണ്ടും. ഇതിൽ ഞാൻ ബി എൻ എന്ന് എടുക്കുമ്പോൾ ഇത് എ എൻ ആണല്ലോ. എ എൻ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ എന്തെടുക്കുക? ഇത് തന്നെ എടുക്കുക. റൂട്ട് ഓഫ് 1 plus 4 raised to n by 1 plus 5 raised to n. ബി എൻ എന്ന് പറയുന്നത് 4 by 5 the whole raised to n by 2 എന്ന് എടുക്കുക. 4 by 5 the whole raised to n by 2 എന്ന് എടുക്കുക. ഓക്കെ, അതായത് നമ്മൾ ഇങ്ങനെ എടുക്കുക എന്നർത്ഥം. എന്താണ്? ബി എന്ന് പറയുന്നത് റൂട്ട് ഓഫ് 4 raised to n by 5 raised to n എടുക്കുക. അതിൻ്റെ അർത്ഥം എന്താണ്? ഇതിൻ്റെ അർത്ഥം 4 by 5 the whole raised to n ൻ്റെ റൂട്ട് എന്ന് വെച്ചാൽ എന്താ അർത്ഥം? 4 by 5 raised to n by 2 എന്ന് വരും. ഓക്കെ, ഇനി limit n tends to infinity an by bn is equal to limit n tends to infinity ഇത് വരും അല്ലേ. എന്താണ്? an എന്താ? റൂട്ട് ഓഫ്
1 plus 4 raised to n by 1 plus 5 raised to n into bn 5 raised to n by 2 by 4 raised to n by 2 എന്ന് വരും. അതിൽ നമ്മൾ ഇതിനെ നമ്മൾക്ക് 1 plus 4 raised to n-നെ limit n tends to infinity root of 4 raised to n ന്യൂമറേറ്റർ എന്ന് വെളിയിലെടുക്കുക. അപ്പോൾ 1 by 4 raised to n plus 1 വരും. ഇവിടെ 5 raised to n വെളിയിലെടുക്കുമ്പോൾ 1 plus 1 by 5 raised to n വരും. ഇൻറ്റു 5 raised to n by 2 by 4 raised to n by 2. അപ്പോൾ ഇവിടെ ലിമിറ്റ് n tends to infinity. ഇവിടെ 4 raised to n by 2 by 5 raised to n by 2 ഇൻറ്റു റൂട്ട് ഓഫ് 1 by 4 raised to n plus 1 by 1 plus 1 by 5 raised to n into 5 raised to n by 2 by 4 raised to n by 2 എന്ന് വരും. ഇത് രണ്ട് ക്യാൻസൽ ആയി പോവും. n tends to infinity ആകുമ്പോൾ ഇവിടെ 1 by 4 raised to n tends to 1 by infinity എന്ന് വരും. 1 by infinity plus 1. അപ്പോൾ 1 by infinity 0 ആണ്. പ്ലസ് 1 വരുമ്പോൾ 1 വരും. ഡിനോമിനേറ്ററിലും 1 വരും. അപ്പോൾ ആൻസർ 1 വരും. ആൻസർ 1 ലിമിറ്റ് n tends to infinity an by bn is less than infinity ആണ്. അങ്ങനെയല്ലേ നമ്മൾ പറഞ്ഞേ? നോക്കൂ, നമ്മൾ എന്താ പറഞ്ഞത്? കൺവെർജന്റ് ആവണമെങ്കിൽ ഇതെഴുതിയാണ്. ഇഫ് മോഡുലസ് ഓഫ് ai less than or equal to bi for all I or if എന്നാണ് കേട്ടോ. or if limit I tends to infinity modulus of ai by bi less than infinity. ഇവിടെ നമുക്ക് ലെസ് ദാൻ ഇൻഫിനിറ്റി അല്ലേ വന്നത്? ഇവിടെ അതെ ഓറാണ് ഞാൻ എഴുതിയപ്പോൾ. or if എന്നാണ് കേട്ടോ. ലെസ് ദാൻ 1 ആണെങ്കിൽ എന്താ വരിക? ലെസ് ദാൻ ഇൻഫിനിറ്റി ആണെങ്കിൽ കൺവെർജൻ്റ് ആണെന്നാണ് അർത്ഥം. അപ്പോൾ ഇവിടെ ലെസ് ദാൻ ഇൻഫിനിറ്റി അല്ലേ വന്നേ? ദെയർഫോർ സിഗ്മ ബി എൻ കൺവെർജസ്. therefore sigma an also converges. അതായത് the given series also converges. ഇനി അടുത്തത് third one is പിന്നെ sigma n varies from 1 to infinity root of n raised to 4 plus 1 minus root of n raised to 4 minus 1. ഇങ്ങനത്തെ ഒരു പ്രോബ്ലം ആണ്. അപ്പോൾ നമുക്ക് ഇതിനെ നമ്മൾ nth ടേം അറിയാം നമുക്ക് അല്ലേ? റൂട്ട് ഓഫ് n raised to 4 plus 1 minus root of n raised to 4 minus 1. ഇങ്ങനെയാകുമ്പോൾ എപ്പോഴും നമ്മൾ ഇതിനെ റൂട്ട് ഓഫ് n raised to 4 plus 1 പ്ലസ് ചെയ്യാം. റൂട്ട് ഓഫ് n raised to 4 minus 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. കോൺജുഗേറ്റ് ഇങ്ങനെ ആ രീതിയിൽ മൾട്ടിപ്ലൈ ചെയ്യാം. ബൈ റൂട്ട് ഓഫ് n raised to 4 plus 1 പ്ലസ് റൂട്ട് ഓഫ് n raised to 4 minus 1 ഉണ്ടാവും. ഇതുകൊണ്ട് നമ്മൾ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എന്താ വരിക? a പ്ലസ് ബി ഇൻറ്റു a മൈനസ് ബി, a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ വരും. അപ്പോൾ അതായത് n raised to 4 plus 1 മൈനസ് n raised to 4 minus 1 വരും. ബൈ ഇത് തന്നെ ഡിനോമിനേറ്റർ സെയിം ആയിട്ട് വരും. റൂട്ട് ഓഫ് n raised to 4 plus 1 പ്ലസ് റൂട്ട് ഓഫ് n raised to 4 minus 1 വരും. അപ്പോൾ അതായത് ഇതിന്ന് ഇവിടെ 1 മൈനസ് നെഗറ്റീവ് 1 2 ബൈ വരും. റൂട്ട് ഓഫ് n raised to 4 plus 1 പ്ലസ് റൂട്ട് ഓഫ് n raised to 4 minus 1 വരും. ഇത് അപ്പോൾ നമ്മൾ ബി എൻ എന്ന് പറയുന്നത് എങ്ങനെ എടുക്കേണ്ടത് വെച്ചാൽ ബി എൻ എന്ന് പറയുന്നത് 1 ബൈ ഇത് n raised to 4 അല്ലേ റൂട്ട്, അപ്പോൾ 1 by n സ്ക്വയർ എന്ന് എടുക്കാം ബി എൻ. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പ്രോബ്ലംസിലൊക്കെ അങ്ങനെ എടുക്കുക കേട്ടോ. 1 by n സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ ലിമിറ്റ് n tends to infinity an by bn എന്താ വരും? 1 വരില്ലേ? n by bn is equal to limit n tends to infinity 2 by root of n raised to 4 plus 1 plus root of n raised to 4 minus 1 into n സ്ക്വയർ എന്ന് വരും. അതായത് n tends to infinity ആകുമ്പോൾ 2n സ്ക്വയർ ബൈ ഇവിടുന്ന് n സ്ക്വയർ പുറത്തോട്ട് റൂട്ടിൻ്റെ ഉള്ളിൽ n raised to 4 പുറത്തോട്ട് എടുത്തു കഴിഞ്ഞാൽ 1 plus 1 by n raised to 4 വരും.
അടുത്ത റൂട്ട് ഓഫ് n raised to 4 പുറത്തോട്ട് എടുത്തു കഴിഞ്ഞാൽ 1 മൈനസ് 1 ബൈ n raised to 4 എന്ന് വരും. അതായത് അപ്പോൾ ഇവിടെ ഒരു n സ്ക്വയർ വരും, പുറത്തോട്ട് ഇവിടെ ഒരു n സ്ക്വയർ വരും. ഒരു n സ്ക്വയർ ന്യൂമറേറ്ററായിട്ട് ക്യാൻസൽ ആയി കഴിഞ്ഞാൽ ബാക്കി ഒരു n സ്ക്വയർ ഡിനോമിനേറ്ററിൽ ഉണ്ടാവും അല്ലേ? അപ്പോൾ എന്താ വരിക? സോറി, ഒരു മിനിറ്റ്, സോറി, പ്ലസ് അല്ലേ ഇവിടെ? സോറി, പ്ലസ് ആണ്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ഇവിടുന്ന് റൂട്ട് ഓഫ് n raised to 4 പുറത്തോട്ട് എടുക്കുക, n സ്ക്വയർ വരും. ഇവിടുത്തെ n സ്ക്വയർ വന്നു കഴിഞ്ഞാൽ മുകളിലത്തെ n സ്ക്വയർ ആയിട്ട് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി 2/1 + 1 എന്ന് വരും അല്ലേ? 2/1 + 1/∞ റൂട്ട് ഓഫ് റൂട്ട് 1 പ്ലസ് റൂട്ട് 1 എന്ന് വരും. അതായത് 2/2 എന്ന് വരും. 1 which is less than infinity ആണ്. therefore എന്ത് പറയാം നമുക്ക്? therefore sigma bn n varies from 1 to infinity being a p series with p equal to 2 greater than 1 converges. Therefore by ratio comparison test sigma n equal to 1 to infinity an also converges. Okay, ബാക്കി നമുക്ക് അടുത്ത ദിവസം ചെയ്യാം കേട്ടോ.